ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് പ്രഷർ കുക്കറിൽ എങ്ങനെയാണ് അരി വെച്ചിട്ട് അടച്ചിടുന്നതെന്നാണ് നോക്കുന്നത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് മട്ടേരിയാണ്. മട്ടേരി, പുഞ്ചേരി എന്നൊക്കെ പറയും. ഇത് അത്യാവശ്യം ചെറിയ വേവുള്ള അരിയാണ്. ഇപ്പൊ കുക്കറിൽ അരി വെക്കാൻ ആർക്കും അറിയാത്തതെന്ന് അങ്ങനെ വിചാരിക്കരുത്. ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിലും കുക്കറിൽ അരി വെക്കാറുണ്ടായിരുന്നു. പക്ഷേങ്കിൽ റീസൺലി ആണ് കുക്കറിൽ അടച്ചിടാൻ തുടങ്ങിയത് കേട്ടോ. അരി വെച്ച് അതേ പാത്രത്തിന് അടച്ചിടാൻ തുടങ്ങിയത് റീസൺലി ആണ്. അപ്പൊ നമുക്ക് അതെങ്ങനെയാന്ന് നോക്കാം. ഞങ്ങളിവിടെ രണ്ടുപേരേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഒരു ഗ്ലാസ് അരിയാണ് എടുത്തേക്കുന്നത്. അരി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കുക. നമ്മളിവിടെ 5 ലിറ്ററിന്റെ കുക്കറാണ് എടുത്തേക്കുന്നത്. 5 ലിറ്ററിന്റെ കുക്കറിന്റെ ആവശ്യമില്ല ഒരു ഗ്ലാസ് അരി വെക്കുന്നതിനായിട്ട്. എന്റെ ചെറിയ കുക്കറിൽ കടലിരിക്കുമായിരുന്നു, അതുകൊണ്ട് ഞാൻ പിന്നെ വലിയ കുക്കർ എടുത്തേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 5 ലിറ്ററിന്റെ കുക്കർ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ഗ്ലാസ് അരി നന്നായിട്ട് വൃത്തിയായിട്ട് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പൊ നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന അരി കുക്കറിലേക്ക് ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എപ്പോഴും അരിയുടെ കുറച്ച് മുകളിലായിരിക്കണം വെള്ളം നിൽക്കേണ്ടത്. ഒരുപാട് വെള്ളം അരിയേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് നമ്മൾ കുക്കറിൽ ഇട്ടാലും കുക്കറിന്റെ മുക്കാൽ ഭാഗത്തിന് മുകളിലോട്ട് വെള്ളം വെക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ അരിയിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുക്കറിന്റെ വിസിലൊക്കെ നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് അടച്ചു വെക്കുക. ഒരു 2 വിസിൽ വന്നാൽ മതിയാവും കേട്ടോ. നമ്മൾ കുക്കറിൽ അരി വെക്കുന്ന സമയത്ത് സ്റ്റൗവിന്റെ ഫ്ലെയിം എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലായിരിക്കും. തീരെ കുറഞ്ഞോ തീരെ കൂടിയോ പോകേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. കുക്കറിന് 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മൾ പ്രഷർ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. തനിയെ ഇരുന്നൊരു 20 മിനിറ്റ് ആകുമ്പോഴത്തേക്കും പ്രഷർ പൊയ്ക്കോളും. അതിനുശേഷം നമ്മൾ അടച്ചിട്ടാൽ മതി. വിസിലടിച്ച് നമ്മൾ 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമ്മളിനി പതുക്കെ ആ വാഷറും അതുപോലെ തന്നെ ആ വിസിലും മുകളിലത്തെ ആ വിസിലും എടുത്ത് മാറ്റണം. ശേഷം കുക്കറിലുള്ള വെള്ളം നമ്മൾ നൂറ്റി കളയുന്നുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ പറ്റി ഒരുമാതിരി പശ പോലെ ഇരിക്കും. അങ്ങനെ വരാണ്ടിരിക്കാനാണ് ആ വെള്ളം പകർത്തി കളഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് പച്ചവെള്ളം ആഡ് ചെയ്ത് അടച്ചിടുക. നമ്മൾ നോർമലി കലത്തിൽ വെക്കുമ്പോൾ എങ്ങനെയാണോ അടച്ചിടുന്നത് അതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ അടച്ചിടാണ് ചെയ്യുന്നത്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കാം. നമ്മളിപ്പോൾ ചോറ് അടച്ചിട്ട് ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കാം. നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ടായിരിക്കണേ. നമ്മൾ നോർമലി കലത്തിൽ വെക്കുമ്പോൾ എങ്ങനെയാണോ ഇരിക്കുന്നത് അതുപോലെ തന്നെ വെള്ളമൊക്കെ വിട്ട് നല്ല വൃത്തിക്ക് ഇരിക്കുന്നുണ്ട്. വെള്ളം ഒന്നും കെട്ടിയിട്ടില്ല. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ ഇങ്ങനെ കുക്കറിൽ അരി വെച്ചിട്ട് കുക്കറിൽ തന്നെ അടച്ചിടുന്നവരാണെങ്കിൽ അത് മൈൻഡ് ആക്കേണ്ട ആവശ്യമില്ല. ഇല്ലാത്തവർക്ക് ഇത് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ബാച്ചിലേഴ്സിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു വിചാരിക്കുന്നുണ്ട്. ഹോസ്റ്റലിൽ നിൽക്കുന്ന ബോയ്സിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്നു കരുതുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.